നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആരോപണങ്ങളുമായിട്ട് BJP വിരുദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുക്കുകയും വലിയ രീതിയിൽ തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് നിർണായകമായിട്ടുള്ള പങ്കുകൾ വഹിച്ച ഒരുപാട് BJP കാര്യകർത്താക്കൾ ഈ തൃശ്ശൂരിലുണ്ട്. അപ്പോൾ മഹിളാ മോർച്ചയുടെ പ്രവർത്തനം വലിയ തരത്തിൽ തന്നെ അന്ന് ഉണ്ടായിരുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീജനങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു വോട്ട് അത് BJPക്ക് അനുകൂലമായി തന്നെയാണ് സുരേഷ് ഗോപിയുടെ വലിയൊരു വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അപ്പോൾ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ശ്രീമതി സത്യലക്ഷ്മി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി നമസ്കാരം. നമസ്തേ. ചേച്ചി, ഇപ്പോൾ BJPയുടെ ഒരു വിജയത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വലിയ രീതിയിൽ ഒരു ആരോപണങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി LDFും UDFും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ കുറച്ച് വിഷയങ്ങളായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് വന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു സമയത്ത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് ചേച്ചിക്ക് പറയാനുള്ളത്? നമ്മളിപ്പോൾ അറിയാലോ, ഇത് ഈ ഒരു വെടിക്കെട്ട് തുടക്കട്ടത് അവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു ആരോപണങ്ങളിൽ നിന്നാണ്. അത് ഒരു ഉണ്ടയില്ലാ വെടി പോലെ പോകുന്നത് നമ്മൾ കണ്ടു. ഇപ്പം പറഞ്ഞതൊക്കെ തെറ്റാണെന്നുള്ളത് ആ സ്റ്റേറ്റിൽ തന്നെ. കർണാടകയെ പറ്റി പറയുകയാണെങ്കിൽ കർണാടകയിൽ തന്നെ ഇരുന്നുകൊണ്ട് ആൾക്കാർ പറയണു പറഞ്ഞതെല്ലാം തെറ്റാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നെല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സത്യത്തിലുള്ളത്. അപ്പോൾ ഇതൊരു വന്ന പോലെ തന്നെ തിരിച്ച് പോകാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. എന്ന് വെച്ചാൽ മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയുള്ള ആരോപണങ്ങളേ ഉള്ളൂ. അത് തന്നെയാണ് തൃശ്ശൂരിൽ സംഭവിക്കാൻ പോണത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞതെല്ലാം തെറ്റാന്നുള്ളത് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞു അല്ലേ. BJPയുടെ കേന്ദ്ര നേതൃത്വം ചലഞ്ച് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ തെളിയിക്കുക. രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും നുണയായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവിടുത്തെ കുറേ ആൾക്കാർക്ക് എന്നാൽ ശരി ഇവിടെ നിന്ന് ഏറ്റുപിടിക്കാം തൃശ്ശൂരിൽ നിന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. രാഹുൽ ഗാന്ധി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രാഹുൽ ഗാന്ധി എന്തിനാണ് ശരിക്ക് എതിർത്തോണ്ടിരിക്കുന്നത്? BJPയുടെ നയങ്ങളെയല്ല അല്ലേ, പോളിസീസിനെ അല്ലല്ലോ, BJPയുടെ പ്രവർത്തനങ്ങളെയാണോ? അല്ല. അതിനൊന്നും എതിർക്കാൻ പറ്റില്ല. കാരണം BJPയുടെ നയവും BJPയുടെ പ്രവർത്തനങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഗ്രോത്ത് നമ്മുടെ രാജ്യം നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ ഒരു വിധത്തിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. രാജ്യം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ നയങ്ങളെയോ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെയോ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെയോ എതിർക്കാൻ സാധിക്കാതെ വരുമ്പോൾ എന്തുണ്ടാവും? മറ്റുള്ള സ്ഥാപനങ്ങളെയാണ് എതിർക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സുപ്രീം കോടതി, നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. പ്ലാനിങ് കമ്മീഷനോ അങ്ങനെയുള്ള ഭരണഘടനാപരമായിട്ടുള്ള എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അതിനൊക്കെ എതിരെ രാഹുൽ ഗാന്ധി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് ഒക്കെ അടിസ്ഥാനരഹിതമാണെന്നുള്ളത് പറയും. സുപ്രീം കോടതിയിലൊക്കെ അദ്ദേഹം പോയി മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട് അല്ലേ, സുപ്രീം കോടതിയിലൊക്കെ ചീത്ത വിളിച്ചിട്ട്. അപ്പം BJP എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ നയങ്ങളെയും പ്രവർത്തനങ്ങളെയും അംഗീകരിക്കാൻ ഉള്ളോണ്ട് അംഗീകരിക്കേണ്ടി വരും. കാരണം അത് അത്രയ്ക്കും നല്ല പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതിനെ എതിർക്കാൻ പറ്റില്ല. അംഗീകരിക്കുന്നു എന്ന് പറയാനും വയ്യ, അതിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജനമെതിരാവും. അപ്പോൾ പിന്നെ മറ്റുള്ള സ്ഥാപനങ്ങളെ എതിർക്കുന്നു. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇത് കണ്ടിട്ട് ഇവിടെ നിന്ന് ആ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല കേരളത്തിലുള്ളവർക്ക്. കാരണം എന്തുകൊണ്ടാ? ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അല്ലേ, ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ വോട്ടർ പട്ടികയിൽ എന്ത് ക്രമക്കേട് വന്നാലും ഉത്തരവാദിത്വം ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി എതിർക്കുന്നത് അവിടെ BJPയാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു മുന്നണിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആരോപണം ഇവിടെ ഭരിക്കില്ല. എന്നാൽ ശരി ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അടിസ്ഥാനരഹിതമാണെന്നുള്ളത് ഇപ്പോൾ ഈ വോട്ട് ചേർത്ത പരാതികളും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനുള്ള സമയങ്ങളുണ്ടായിരുന്നു, സന്ദർഭങ്ങളുണ്ടായിരുന്നു, അതിന് പറ്റിയിട്ടുള്ള അതോറിറ്റീസ് ഉണ്ടായിരുന്നു അല്ലെ, ഗവൺമെൻറ് ഓഫീസുകളില്ലേ, അവിടെ കൊണ്ടേ ആ ദിവസങ്ങളിൽ പരാതി കൊടുക്കണ്ടായിരുന്നോ? അങ്ങനെ അതൊന്നും ചെയ്യാതെ അതൊന്നും നടക്കില്ല എന്നറിയാം. കാരണം വളരെ ജെന്യൂൻ ആയിട്ടുള്ള എല്ലാം സത്യസന്ധമായ വോട്ടുകൾ മാത്രമേ BJP ചേർത്തിട്ടുള്ളൂ. 6 മാസം ഒരു സ്ഥലത്ത് താമസിച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ട് അയാൾക്ക് അല്ലേ. ഒരു വീട്ടിൽ വാടകയ്ക്ക് 6 മാസം ഇരിക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമില്ലേ? അപ്പോൾ നമ്മുടെ കാൻഡിഡേറ്റിനെ വരെ, സുരേഷ് ഗോപിയെ വരെ അറ്റാക്ക് ചെയ്യാണ്. അദ്ദേഹം വരെ വോട്ട് ചെയ്ത് തെറ്റാണെന്ന് പറയാനുള്ളൊരു ഒരുതരം ഭ്രാന്തൻ നിലപാട് സുനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വെറും ഭ്രാന്തൻ നിലപാടെന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിന് സുരേഷ് ഗോപിയുടെ വിജയം കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. LDF സ്ഥാനാർത്ഥിയുടെ തീർച്ചയായിട്ടും
സുനിൽകുമാറിന്റെ മനോനില തെറ്റിയെന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ 2016 12,000 വോട്ടായിരുന്നു BJPക്ക് തൃശ്ശൂർ ആ ഇലക്ഷനിൽ. 2019 ആയപ്പോഴേക്ക് അത് 25,000 പിന്നീട് 38,000 പിന്നീട് 40,000. അപ്പം വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതിനെ വിരളി പിടിച്ചിട്ട് കാര്യമില്ല. ഈ ഇലക്ഷനിൽ നമ്മൾ 74,000 വോട്ട് ഭൂരിപക്ഷത്തിന് തന്നെ വിജയിക്കുകയും ചെയ്തു. അപ്പം BJPക്ക് കിട്ടുന്ന വോട്ട് കണ്ടിട്ട് വിരളി പിടിച്ചിട്ട് മനോനില തെറ്റിയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ. അദ്ദേഹത്തിന് ഒരു വിധത്തിലും സുരേഷ് ഗോപിയെ എതിർക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല വികസന പരിപാടികളായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോണത്. അപ്പം വികസനത്തിന് ഈ രീതിയിൽ വികസനം സംഭവിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? അടുത്ത ഇലക്ഷനും ജയിക്കാൻ പറ്റില്ല അല്ലേ? ഇടതിന് ജയിക്കാൻ പറ്റുമോ? ഇവിടുത്തെ UDFന് ജയിക്കാൻ പറ്റുമോ? LDFന് ജയിക്കാൻ പറ്റുമോ? ഇത്തരത്തിൽ ഇങ്ങനെ വികസന പദ്ധതികളുമായിട്ട് നമ്മുടെ MP മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന നിയമസഭാ ഇലക്ഷനിലും ഇപ്പോൾ വരാൻ പോണ കോർപ്പറേഷൻ ഇലക്ഷനിലും ഒക്കെ BJP അതിശക്തമായിട്ട് മുന്നോട്ട് വരികയും വിജയിച്ച് കയറുകയും ചെയ്യുമെന്നറിയാം. അതിൽ മനന്നൊന്ത് വിരളി പിടിച്ചിട്ട് സുനിൽകുമാർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരച്ചിൽ ഇപ്പോഴും നിന്നിട്ടില്ല. അപ്പോൾ തുടങ്ങിയിട്ടുള്ളതാണത്. ഇപ്പോൾ ഈ സുരേഷ് ഗോപിക്കെതിരെ ആദ്യത്തെ ഒരു ആരോപണം ഒന്നുണ്ടായിരുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരം കലക്കിയിട്ടാണ് ഇവിടുത്തെ ജനങ്ങളെ, തൃശ്ശൂരിലെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചെന്ന്. ഇപ്പോൾ അത് പറയുന്നില്ല. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇങ്ങനൊരു വിഷയത്തെയാണ് ശരിക്കും ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം ഇപ്പോൾ നമുക്കൊന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തൃശ്ശൂരിലാണെങ്കിലും കേരളത്തിൽ മൊത്തത്തിലാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഭാവിയിലൊരു കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിൽ ഇവർ വളരെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രണ്ട് ഭാഗത്തും LDF അല്ലെങ്കിൽ UDF ഈ രണ്ടുപേരെ ഇവിടെ ഭരിക്കാൻ പാടുള്ളൂ എന്നുള്ള പോലെ അവർ തമ്മിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും അവർ തമ്മിലുണ്ട്. പക്ഷേ നമ്മുടെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അവർ പ്രസംഗിച്ചോണ്ട് നടക്കും. പരസ്പരം നേതാക്കന്മാർ തെറി വിളിക്കും. അവർ അണിയറയിൽ ഒന്നിച്ചിട്ടാണ് എല്ലാ ഡീൽ ചെയ്യുന്നതുമെല്ലാം ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും. അറിയാലോ, അവരുടെ അഴിമതിയിൽ മുങ്ങിയിട്ടുള്ള ഇടത് ഭരണത്തിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം ഇവരും കൂടി ഏറ്റെടുക്കണം. ഇവരും കൂടി അറിഞ്ഞിട്ട് തന്നെയാണത് അല്ലേ? അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ മുന്നണിയിലൊന്നും BJP കണക്കാക്കുന്നേയില്ല. BJP അതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. കാരണം ഇന്ത്യ മുന്നണി ഇവിടെ കണ്ടില്ലേ, എത്ര തവണ ഇവിടെ ഓരോ ഇലക്ഷൻ വരുമ്പോഴും അവർ ഒന്നിച്ചു കൂടുന്നു, സംസാരിക്കുന്നു, ആര് പ്രധാനമന്ത്രിയാണെന്ന് തല്ലുകൂടുന്നു അല്ലേ? ആരാണ് പ്രധാനമന്ത്രി ആവേണ്ടതുകൊണ്ട് ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ അവർ തല്ലുകൂടുന്നത് കാണുന്നില്ലേ? ഇതൊക്കെ എത്ര കൊല്ലമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പല സമയത്തും പല പേരുകളിലാണേ ഉള്ളൂ. ഇപ്പം ഇന്ത്യ മുന്നണി എന്നാണ്, മുമ്പും അറിയാലോ നമുക്ക് പല പേരുകളിലും വന്നിട്ടുണ്ട്. ഇതൊന്നും കാര്യമില്ല. BJPയുടെ ആശയങ്ങൾ, BJPയുടെ നയം, പോളിസീസ്, BJPയുടെ പ്രവർത്തനം അത് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ചതാണ്. ഇനി അതിനെ മുകളിലേക്ക് എതിർക്കാൻ വന്നിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണേ, അതിലൊന്നും കാര്യമില്ല. ഇതൊന്നും വില പോവില്ല. ഇതിലൊന്നും ഒരു വിലയും കൊടുക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകും. ഒന്നും വില കൊടുക്കില്ല. ഞങ്ങളിത് വോട്ട് ചേർക്കണം. നിങ്ങൾക്ക് ഇത് ഞങ്ങളുടെ BJP ഓഫീസിന് മുന്നിലാണ് നിൽക്കുന്നത്. തൃശ്ശൂർ BJP ഓഫീസിന് മുന്നിൽ നിന്നിട്ടാ പറയുന്നത്. നിങ്ങൾ പോയി നോക്കൂ ഞങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഞങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഞാനിത് ഇപ്പോഴും കൂടി എൻ്റെ വോട്ട് ചേർക്കാനുള്ള ഫോംസ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങളെ എങ്ങനെ വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യട്ടെ തന്നെ. അതിനുള്ള സ്ഥാപനങ്ങളിൽ ചെന്നിട്ട് ഞങ്ങളെ ചാലഞ്ച് ചെയ്യാൻ വരട്ടെ. ഞങ്ങൾ മറുപടി പറയും. ഞങ്ങൾ മറുപടി പറയുന്ന താങ്ക് യു. പ്രത്യേകിച്ച്